ഒരു ഗ്രാമം മുഴുവൻ ഉറങ്ങാൻ കിടന്നതായിരുന്നു. പക്ഷേ ആ രാത്രി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. 2024 ജൂലൈ 30, സമയം പുലർച്ചെ 1 മണി. മലനിരകളിൽ നിന്ന് ഇരമ്പിയെത്തിയ ആ ശബ്ദം ചൂരൽമലയെയും മുണ്ടക്കയെയും പിടിച്ചുലച്ചു. പ്രകൃതി അതിൻ്റെ രൗദ്രഭാവം പുറത്തെടുത്ത നിമിഷങ്ങൾ. കണ്ണു തുറന്നപ്പോൾ കണ്ടത് പ്രിയപ്പെട്ടവരെയല്ല, മറിച്ച് മണ്ണും കല്ലും നിറഞ്ഞ ശ്മശാന ഭൂമിയാണ്. വീടുകൾ മണ്ണടിഞ്ഞു, സ്വപ്നങ്ങൾ ഒലിഞ്ഞുപോയി. നൂറുകണക്കിന് ജീവനുകളാണ് ആ ഒരൊറ്റ രാത്രിയിൽ ഇല്ലാതായത്. പക്ഷേ ദുരന്തമുഖത്ത് കേരളം തളർന്നില്ല. സൈന്യവും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്തു. കണ്ണുനീരിനിടയിലും അതിജീവനത്തിൻ്റെ പുതിയ പാഠങ്ങൾ നാം അവിടെ കണ്ടു. മാസങ്ങൾ കഴിഞ്ഞു, വാർത്തകൾ നിലച്ചു. പക്ഷേ ആ നിലവിളികൾ ഇന്നും ചൂരൽമലയുടെ കാറ്റിലുണ്ട്. പലരും ഇന്നും ആ മണ്ണിനടിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി തിരയുന്നുണ്ട്. വീടില്ലാത്തവർ, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവർ. എങ്കിലും തോൽക്കാൻ അവർ തയ്യാറായില്ല. ആ മനുഷ്യരുടെ കണ്ണീർ തുടയ്ക്കാനും അവർക്ക് തുണയാകാനും നമ്മൾ ഉണ്ടാകണം. വയനാട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും.